പാടിച്ചിറ ഇടവകയിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ ഒരു 3 സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നു. ഈ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. അതിലൊരു 3 സാക്ഷ്യം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എനിക്ക് ഒരു 4 മാസം മുമ്പ് എൻ്റെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കരമായിട്ട് എൻ്റെ ശരീരമെല്ലാം നീര് വന്നു. വലിയ വിഷമമായിരുന്നു. കണ്ണൊന്നും തുറക്കാൻ മേലാത്ത രീതിയിലുള്ള നീരെല്ലാം വന്ന്, എന്താണെന്നറിയില്ല. അതുപോലെ ഒരു 5 മാസം മുമ്പ് തുടങ്ങി ഒരു ദിവസത്തിൽ രാത്രി ഒരു 10 പ്രാവശ്യമെങ്കിലും എനിക്ക് മൂത്രം പോകുമായിരുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം അറ്റാക്കിൻ്റെ മരുന്നൊക്കെ ഒത്തിരി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതാണ്. അതുതന്നെ ഒരു 9 ഓപ്പറേഷനും കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്കാണ് ഈ കിഡ്നിയുടെ പ്രശ്നം കൂടെ വന്നത്. അതാണെന്ന് അറിയത്തില്ലായിരുന്നു. കണ്ണൊക്കെ നീര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് പറയുന്നത് ഒരു കിഡ്നി പോയ നിലയിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഈശോയെ, അപ്പോൾ ഇത് പറഞ്ഞു കേട്ടാണ് ഞാൻ പിന്നെ കോഴിക്കോടുള്ള ഒരു കിഡ്നിയുടെ പ്രൊഫസറെ തോമസ് ഡോക്ടറെ പോയി കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനെ പറഞ്ഞല്ലോ, ഒന്നിനെന്തോ അത് പോയത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തത് പോകാതെ നോക്കാൻ, ഇനി അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അവിടെ നിന്നും കുറേ ടെസ്റ്റുകളെല്ലാം എടുത്ത് ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനും എനിക്കിതും കൂടെ സഹിക്കാൻ എനിക്ക് കഴിയില്ല ഈശോയെ എന്ന് പറഞ്ഞു ഞാൻ. അപ്പം എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഈ കിഡ്നി രോഗം മാറിയെന്ന് എൻ്റെ ഈശോ എന്നോട് പറയുന്ന പോലെ എനിക്ക് പല പ്രാവശ്യം എനിക്ക് തോന്നി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങനെയെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം, എനിക്ക് ശക്തമായ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം, ഇത് മാറി എന്നുള്ളൊരു അടയാളം എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ഈ ആരാധന സമയത്ത് ഞാൻ തലവണയിൽ മൊബൈൽ വെച്ച് ഞാൻ കമന്നിടുന്നു, കരഞ്ഞു. ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ കാലിൽ നിന്ന് ഒരു പെരുത്ത് എൻ്റെ മേലോട്ട് കയറുന്ന എനിക്ക് കണ്ടു, അറിഞ്ഞു. പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് ശകലം കഴിഞ്ഞപ്പോൾ ഒരു കിക്കിളി കൂടുന്ന പോലെ കണ്ടു. 15 വർഷമായിട്ട് എൻ്റെ കാലിൽ വെരിക്കോസ് കൂടി ഭയങ്കരമായിട്ട് കെട്ട് പണഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേദന ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കയറ് വലിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഭയങ്കര വലിയൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് വലിച്ചിരുന്നു. അവിടുന്ന് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കാലിൽ ആ പാട് പോലും ഇല്ല. ഒരു ശകലം പോലും പാട് ആ കാലിൽ ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ കിഡ്നി രോഗം മാറിയെന്ന്. അപ്പം ഡോക്ടർ 7 ദിവസം കൊണ്ട് ബാക്കിയുള്ള ടെസ്റ്റ് എടുത്ത് കൊണ്ടുചെല്ലാണ് പറഞ്ഞത്. ഞാൻ പോയി ടെസ്റ്റുകളെല്ലാം ചെയ്തു, സ്കാൻ ചെയ്തു, ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്നെല്ലാം ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്നെ കഴിച്ചതെന്ന് എന്നോട് ചോദിക്കുന്നത്. 4-5 പ്രാവശ്യം ഡോക്ടർ എടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, കിഡ്നിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, എങ്ങനെ പറ്റി, എന്താണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോ എന്നെ എടുത്ത് മാറ്റി, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു വാക്ക്, എൻ്റെ ദൈവം എൻ്റെ രോഗം എടുത്ത് മാറ്റി, അത്രമാത്രം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് പറ്റുന്ന കൂടുതൽ ഞാൻ സഹിച്ചു. അപ്പോൾ ഈശോയ്ക്ക് അറിയാം ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ട് ആ രോഗം അങ്ങനെ മാറി. വീണ്ടും എന്നോട് ഡോക്ടർ ഒരു 7 ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു ടെസ്റ്റുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ഞാൻ പോയി നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി മരുന്നൊന്നും കഴിക്കേണ്ട, അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്ന് പറഞ്ഞു. ബാക്കി ഞാൻ പറയാം കേട്ടോ. ഇവർക്ക് കുറച്ചധികം പണം കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത് നാളുകളായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു മിശിഹ കനിഞ്ഞ് അനുഗ്രഹിച്ച് ആ തരാനുള്ളവരെ തോന്നിപ്പിച്ച് അത് മുഴുവനും ഇവർക്ക് തിരിച്ചു കിട്ടി എന്ന സന്തോഷം കൂടെയാണ് ഈ അമ്മ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഒരു ഓഹരി എന്ന വിധത്തിൽ നമ്മുടെ ആരാധനയ്ക്കും ഇന്ന് കൊണ്ടുവന്ന് തരികയും ചെയ്തു. ഇങ്ങനെ ഇവരുടെ കുടുംബത്തെ അത്ഭുതകരമായ വിധത്തിൽ കിഡ്നി രോഗത്തിൽ നിന്നും സൗഖ്യം നൽകി, വേരിക്കോസ് രോഗം മാറ്റിക്കൊടുത്തു, കിട്ടാനുള്ള പണവും കൊടുത്ത് ഇങ്ങനെ അനുഗ്രഹിച്ചതിനോർത്ത് കൈകൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം.